നമസ്കാരം, ലക്ഷ്മിയാണ്. കുറെ നാളായി വന്നിട്ട്, പക്ഷെ ഇന്ന് എനിക്ക് ശരിക്കും വരണമെന്ന് തോന്നി, സംസാരിക്കണം. എൻ്റെ ഫ്രട്ടേണിറ്റി, എൻ്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി, ഡയറ്റീഷ്യൻസ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, APയുടെ ലീഡറും മെമ്പറുമായ മിനിസ്റ്ററുമായ ആതിഷി അവരുടെ കൺസേൺ, അവരുടെ ഒരു ടെൻഷൻ അറിയിക്കുന്നത്, അയ്യോ കേജ്രിവാളിന് നിങ്ങൾ ജയിലിൽ കൊടുത്തിരിക്കുന്നത് ഒരു വെറും PhD ഹോൾഡറായ ഒരു MSc PhD ഹോൾഡറായ ഒരു ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത ഡയറ്റ് ചാർട്ടാണ്, അല്ലാതെ ഒരു എൻഡോക്രൈനോളജിസ്റ്റോ ഡയബറ്റോളജിസ്റ്റോ പറഞ്ഞ ഡയറ്റ് ചാർട്ടല്ല എന്ന് പറഞ്ഞ് ലിറ്ററലി ഒരു അലമുറ കൂട്ടുന്നുണ്ട്. ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, ഡയബറ്റോളജിസ്റ്റും എൻഡോക്രിനോളജിസ്റ്റും ഡോക്ടേഴ്സാണ്. ദേ പ്രൊവൈഡ് മെഡിക്കേഷൻ, അവർ തെറപ്പി പറയും, എന്ത് അപ്രോച്ച് ഒരു രോഗി എന്നുള്ള നിലയിൽ, ഒരു ഡയബറ്റിക് രോഗി എന്ന നിലയിൽ എടുക്കണം എന്ന് പറയും. അതിലപ്പുറം അവർ ദേ ഓൾസോ വർക്ക് ഇൻ ടാൻഡം വിത്ത് പാരാമെഡിക്കൽസ്, അത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടെയും ഡയറ്റീഷ്യൻസിൻ്റെ കൂടെയൊക്കെ ഒത്തിരുന്ന് ചിന്തിച്ചാണ് ഇവർ ഒരാളുടെ ഭക്ഷണത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നത്. ഒരു ഡയറ്റീഷ്യൻ്റെ മാത്രം റോളാണ് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഒരു ഡോക്ടറുടെ റോൾ അല്ല. കാരണം ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഒരു BScയും MScയും കഴിഞ്ഞ് അവരുടെ ഇന്റേൺഷിപ്പും തീസിസും അവരുടെ PhD പോലെ തന്നെയുള്ളൊരു തീസിസ് സബ്മിഷനും കഴിഞ്ഞിട്ടാണ് അവർ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം എവിഡൻസ് ഉള്ള റിസർച്ചുകളെ ആസ്പദമാക്കി, സയന്റിഫിക് ആയിട്ടുള്ള പേപ്പറുകളെ ആസ്പദമാക്കി മെഡിക്കൽ ജേർണൽസിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ പേപ്പറുകളെ ആസ്പദമാക്കി തന്നെയാണ് ഈ ഡയറ്റ് പ്ലാൻസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഡയബറ്റിസ് രോഗത്തിന് എല്ലാവർക്കും ഒരേ ഡയറ്റ് പ്ലാൻ അല്ല ഡയറ്റീഷ്യൻസ് ആയ ഞങ്ങൾ കൊടുക്കുന്നത്. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ്. പലർക്കും പല രീതിയിലുള്ള എല്ലാവരും ഡിഫറെൻ്റ് ആണ് കാണാൻ. അതുപോലെ തന്നെ എല്ലാവരുടെ ഡയറ്റ് പ്ലാനും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയറ്റീഷ്യൻസ്മാർക്ക് മാത്രമാണ് ഒരു ഡയറ്റ് പ്ലാൻ. ലോകമെമ്പാടും അത് തന്നെയാണ്. ഡയറ്റ് പ്ലാനും ഒരു മീൽ ചാർട്ടും ഉണ്ടാക്കാനുള്ള കഴിവുള്ളതും ഉണ്ടാക്കേണ്ടതും നിർബന്ധമായും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ഇന്ന രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഒരു പാംഫ്ലെറ്റ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കും, അവരുടെ ഡോക്ടറോട് സംസാരിക്കും. ഇനി അവർക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇതിൻ്റെ പാർട്ടാക്കി സംസാരിക്കും. ബോഡി കമ്പോസിഷൻ, ഫാറ്റ് മാസ് എന്താണ്, മസിൽ മാസ് എന്താണ്, അവരുടെ വിസറൽ ഫാറ്റ് എന്താണ്, അതിൻ്റെ റേഷ്യോസ് ഒക്കെ അറിയും. ഹൈറ്റ്, വെയിറ്റ്, അതിൻ്റെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ അവരോട് സംസാരിക്കും. ഡയറ്റ് കൗൺസിലിംഗ്, അവർക്ക് ഇത്ര നാളുണ്ടായ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി അവസാനം വരെ ഭക്ഷണ രീതി മാത്രമല്ല. സോ ദ എൻറ്റയർ തിങ് നമ്മൾ അവരായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നാം എല്ലാവരും ഒരു ഡയറ്റ് പ്ലാൻ ഫസ്റ്റ് രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് പല മാസങ്ങളായിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, ഒരു ഡയറ്റീഷ്യനും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ അവസാനമായി പറയാനുള്ളത്, ഡോക്ടർമാർക്കല്ല ഡയറ്റ് പ്ലാനും മീൽ പ്ലാനും ചെയ്യാൻ കഴിവുള്ളത്, ഡയറ്റീഷ്യന് മാത്രമാണ്. നന്ദി.